ഈ എമ്പുരാൻ സിനിമയ്ക്ക് പിന്നാലെ പൃഥ്വിരാജിനെതിരെ RSS തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം തുടർച്ചയായ 3-ാം ദിവസവും ഓർഗനൈസറിൽ പൃഥ്വിരാജിനെതിരെ ലേഖനം വന്നിട്ടുണ്ട്. അദ്ദേഹം രാജ്യവിരുദ്ധ ശക്തികളുടെ വക്താവായി മാറിയതായാണ് ഓർഗനൈസറിൽ പറയുന്നത്. അതിന് RSS രാഷ്ട്രീയ സ്വയംസേവക സംഘം തുറന്ന യുദ്ധം പ്രഖ്യാപിക്കാൻ മാത്രമൊക്കെ ആയിട്ടുണ്ടോ പൃഥ്വിരാജ്? പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമാക്കാരൻ, അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ശത്രുവൊന്നുമല്ല പൃഥ്വിരാജ്. തുറന്ന യുദ്ധത്തിനൊന്നും ആവശ്യമില്ല. ഉറുമ്പിനെ കൊല്ലാനായിട്ട് കോടാലി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പൃഥ്വിരാജിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം, വേണ്ട വിമർശനവുമാകണം. പൃഥ്വിരാജ് ചെയ്ത ജോലിക്ക് ആ വിമർശനം, ഉദാഹരണത്തിന് ഒരാൾ ഒരു സ്ഥിരബുദ്ധിയല്ല എന്നുള്ള പ്രതിരോധം വേണമെങ്കിൽ പോലും അയാൾ ചെയ്ത കൊലപാതകം കുറ്റമല്ലാതാവത്തില്ലല്ലോ. ആ കൊലപാതകത്തിന് അയാൾ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വരും, മറ്റു പല ചടങ്ങുകളും ചെയ്യേണ്ടി വരും. വേണോ എന്ന് പറഞ്ഞതുപോലെ പൃഥ്വിരാജ് ഭാരതത്തിനെതിരെ, രാഷ്ട്രത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർ ആക്രമണങ്ങൾ അതിവിടെ അല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജനഗണമന എന്നൊരു സിനിമയുണ്ട്, അങ്ങ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? അതിൽ കോടതി വിധിക്കെതിരെ കോടതി കണ്ടെത്തിയ കണ്ടെത്തലിനകത്ത് പോലും തിരുത്തൽ നടത്തിക്കൊണ്ട് ആ ആക്രമണം ചെയ്ത് അബലയായ സ്ത്രീയെ ഇല്ലാതാക്കിയവരെ രക്ഷിക്കാൻ വേണ്ടി ആ സ്ത്രീ ഇവർക്കെതിരെയുള്ള ക്രൂരതയെ ചെയ്തവരെ ന്യായീകരിക്കാനും അത് ചെയ്തത് മറ്റാരോ ആണെന്ന് വരുത്തി തീർക്കാനും വേണ്ടി നടത്തിയ പരിശ്രമങ്ങളും അവിടെ നിന്ന് നടത്തിയ പ്രഖ്യാപനമുണ്ടല്ലോ, ഭാരതം ആരുടെയും തന്തയുടെ വകയല്ല. അത്രയ്ക്ക് ധിക്കാരത്തിൻ്റെ ഭാഷയിൽ ഒരു ചലച്ചിത്രത്തിലാണെങ്കിലും സംസാരിച്ച പൃഥ്വിരാജിന് അർഹിക്കുന്ന മറുപടി കൊടുക്കേണ്ടവ കൊടുക്കണം. ആ ദൗത്യം സംഘത്തിൻ്റെ ഒരു മുഖപത്രമായ ഓർഗനൈസർ, അല്ലാതെ ഓർഗനൈസർ ഒരു സംഘമല്ല, സംഘത്തിൻ്റെ മുഖപത്രമായ ഓർഗനൈസർ, സംഘത്തോടൊപ്പം നിൽക്കുന്ന ബഹുജനങ്ങൾ, സ്വയംസേവകർ മാത്രമല്ല, കാര്യകർത്താക്കളും മാത്രമല്ല, ആ സിനിമയെക്കുറിച്ച് അറിഞ്ഞ ബഹുജനങ്ങൾ, അതുപോലെ തന്നെ ഗുജറാത്തിലെ ഉണ്ടായ സംഭവത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള പൊതുജനങ്ങൾ ശക്തമായി പ്രതികരിച്ചെങ്കിൽ ആ പ്രതികരണത്തിൽ അത്ഭുതം കൂറേണ്ട കാര്യമുണ്ടോ? രാഷ്ട്രീയം ആകാം, രാഷ്ട്രീയ അഭിപ്രായങ്ങളാവാം, ഒക്കെ ശരി തന്നെ. ലക്ഷദ്വീപ് പോലൊരു സ്ഥലത്ത് അവിടെ വൈദേശിക താല്പര്യമുള്ളവരുടെ കടന്നുകയറ്റം ഉണ്ടാകും എന്ന് കൃത്യമായി ബോധ്യം വന്നപ്പം ഭാരതത്തിൻ്റെ ദേശീയതയുടെ മുഖ്യധാരയിലുള്ള ആ ഒരു പ്രദേശത്തെ അതിൻ്റെ പ്രതിരോധത്തിനും അതിലവിടെ എല്ലാവർക്കും ഐശ്വര്യം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായപ്പം അവിടെ തെങ്ങിന് പെയിൻറ് ചെയ്തത് കാവ്യനിറമായെന്നവരെ പോലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ കൂട്ടരാണ് കുരിശടിച്ചതിനെ വെച്ചാണ്. അതിനൊക്കെ മുമ്പിൽ നിന്നിട്ട് ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണമെന്ന് പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലും അത് തീർത്ത നെഗറ്റീവ് സെൻസിലല്ല. ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഗാസ കാണും, ബംഗ്ലാദേശ് കാണില്ല, ലക്ഷദ്വീപ് കാണും, മുനമ്പം കാണില്ല, അങ്ങനെയാണ് പ്രത്യേക കാഴ്ചയാണ്. അതെ, അങ്ങനെ കാഴ്ചപ്പാടുള്ള കുറേ ആളുകളുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഗാസ കാണും, മുനമ്പം കാണില്ല, ബംഗ്ലാദേശിലെ ആക്രമണം കാണില്ല, അറിയില്ല, പ്രതികരിക്കില്ല, ബംഗ്ലാദേശിൽ പ്രതികരിക്കും. ഇതൊക്കെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പം കുറേ കാലമാകുമ്പോൾ എന്നും ഇങ്ങനെ അങ്ങ് ആകാം എന്ന് കരുതിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അബദ്ധം. ഇപ്പം ഇത്രയും ദിവസമായിട്ട് പോലും മോഹൻലാൽ എന്തോ ഒരു ഒഴിവ് കഴിവ് ഒരു ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനെയും മുഖവിലക്കെടുക്കുന്ന ആളല്ല. കാരണം ഭാരതത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നല്ല കുറച്ച് കാലങ്ങളായിട്ട് വിദേശ ശക്തികളുടെ പണപ്രവാഹം ഒരു വഴിക്ക്, ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള അധോലോക നായകന്മാരുടെ അവരിൽ നിന്ന് ലഭിക്കുന്ന ആ അധോലോകത്തിൻ്റെ ഫണ്ട്
ഭാരത ശത്രുക്കളായ ചൈനയും പാകിസ്ഥാനും പാശ്ചാത്യ രാജ്യങ്ങളും രാഷ്ട്രീയമായി യോജിച്ചതിൻ്റെ പേരിൽ ജോർജ് സോറോസിനെ പോലൊരു മുഖാന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഫണ്ട്, ഈ പണം ഏത് വഴിക്കൂടെയും കിട്ടാൻ സാധ്യതയുള്ള മാധ്യമപ്രവർത്തകര്, ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകര്, സാംസ്കാരിക നായകന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ, ഇവരെല്ലാം കാണിക്കുന്ന അതേ പണി തന്നെയാണ് ഇദ്ദേഹം കാട്ടിയിരിക്കുന്നത്. അവരുടെ ഒന്നും ദൃഷ്ടിയിൽ ഭാരതത്തെ ആക്രമിക്കുന്ന, ഭാരതത്തിന് എതിരെ നിൽക്കുന്ന ശക്തികളെ പോലെ അവർ തിരിച്ചറിയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചാൽ അവർ ആഘോഷിക്കും. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ ആക്രമിച്ചാൽ അവരാഘോഷിക്കും. മഹാത്മാഗാന്ധിയുടെ പ്രതിമ അമേരിക്കയിൽ തല്ലി ഉടച്ചാൽ പോലും അവരാഘോഷിച്ചില്ലെങ്കിലും നിശബ്ദരായിട്ടിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം നടത്തിയ ആളുകളെ കാനഡയിലെ ഖാലിസ്ഥാനികൾ അതിനെ ടാബ്ലോ നടത്തി ഇന്ദിരാഗാന്ധിയെ പോലെ അവഹേളിച്ചാൽ കോൺഗ്രസ്സുകാർ പോലും നിശബ്ദരായിട്ടിരിക്കും. അങ്ങനെയുള്ള ഭാരതവിരുദ്ധമായ, അതിലുപരി ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ, അതിൻ്റെ കാലാൾപ്പടയായ എന്ന് പറയാവുന്ന ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ, ഭൗതിക സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഈ പൃഥ്വിരാജ്. ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എന്തായാലും പൃഥ്വിരാജ് രംഗത്തൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ പല ഈ അഭിമുഖങ്ങളിൽ പണ്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം RSS ശാഖയിൽ പോയി വളരുന്നതാണെന്ന്. ആ രീതിയിൽ പരാമർശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് ഈ RSSനും ഈ ഓർഗനൈസറിന് പൃഥ്വിരാജിൻ്റെ ജാതകം അറിയില്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാമെങ്കിൽ ഈ RSS ഇങ്ങനെ വിമർശിക്കില്ലെന്നാണ് പറയുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും പൃഥ്വിരാജിൻ്റെ ജാതകം, പൈതൃകം ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. അതിനെ മറ്റാർക്കെങ്കിലും ചോദ്യം ചെയ്യാനോ സ്വാതന്ത്ര്യമില്ല, അറിയാൻ സാധ്യതയില്ല, ഒപ്പം തന്നെ അറിയാൻ ബാധ്യതയുമില്ല. എൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു കൺസെഷൻ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ മകനോ എൻ്റെ മകൻ്റെ അച്ഛനോ സുകുമാരനെ കുറിച്ചും ആർക്കും എതിരെ അഭിപ്രായമൊന്നും, നല്ല മനുഷ്യനായിരുന്നു. കേരളം അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു കലാകാരനായിരുന്നു സുകുമാരൻ. അപ്പോൾ അതുകൊണ്ട് സുകുമാരനെയോ അല്ലെങ്കിൽ ജഗതി ശ്രീകുമാറിനെയോ അല്ലെങ്കിൽ നമ്മുടെ പഴയ സത്യനെയോ പ്രേം നസീറിനെയോ ഒക്കെ ബഹുമാനിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ മക്കളെയും ബഹുമാനിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയെ ബഹുമാനിക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ ഹീരാലാൽ ഗാന്ധിയെ ബഹുമാനിക്കണ്ടേ? ആരെങ്കിലും ബഹുമാനിക്കാറുണ്ടോ? ഇല്ലല്ലോ. അവരുടെ പൈതൃകമൊന്നും അതിനകത്ത് ഘടകമല്ല. അതുകൊണ്ട് പൈതൃകം ഓർമ്മിപ്പിക്കാൻ വേണ്ടി മല്ലിക സുകുമാരൻ വരേണ്ട കാര്യമൊന്നുമില്ല. പൃഥ്വിരാജിനെ പൃഥ്വിരാജായിട്ടാണ് കാണുന്നത്. അല്ല, RSS ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? തുടർച്ചയായി തന്നെ ഓർഗനൈസറിൽ തുടർച്ചയായി 3-ാം ലേഖനവും. അതെന്താ തുടർച്ചയായിട്ട് 3 ലേഖനം എഴുതുന്ന നിയമമല്ലോ ഉണ്ടോ? ഇയാൾക്ക് ജനഗണമന ഇറക്കാം, 2ാമത്തെ സിനിമ എഴുതിറക്കാം, 3ാമത് വേറൊരു സിനിമയിലും തോന്നിവാസം പറയാം. തുടരെ ഇദ്ദേഹം രാഷ്ട്രവിരുദ്ധമായ, RSS വിരുദ്ധമല്ല, ഹിന്ദു വിരുദ്ധമല്ല, ഇത് രാഷ്ട്രവിരുദ്ധമാണ്. ഭാരതത്തെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ അജണ്ടയാണ്. അവരെന്തുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയോ നരേന്ദ്രമോദിയോ ഉന്നം വെക്കുന്നെന്ന് പറഞ്ഞാൽ, രാഷ്ട്രത്തെ തകർക്കുന്നതിന് രാഷ്ട്രത്തിൻ്റെ ഭദ്രതയെയും അടിസ്ഥാനത്തെയും തകർക്കണം. രാഷ്ട്രത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്. ആ ഹിന്ദുത്വത്തെ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അതുകൊണ്ടാണ് ലക്ഷ്യം രാഷ്ട്രമാണെങ്കിലും ആദ്യം അടയാളം വെക്കുന്നതും ആക്രമിക്കുന്നതും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും ഞാനീ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഹിന്ദുവിരുദ്ധ വർഗീയതയുടെയും ദേശവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും ശക്തികൾ ചലച്ചിത്ര മേഖലയിലാണെങ്കിലും സാംസ്കാരിക മേഖലയിലാണെങ്കിലും അല്ല, പൊതുജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും അവരെ അതിനിശിതമായി ശക്തിയുക്തം വിമർശിക്കുവാനും അവരുടെ കരുത്തില്ലാതാകാനും
അവരുടെ കൈപിടിച്ചവരെ നിർത്തുവാനും വേണ്ടി വന്നാൽ തിരിച്ച് അവരെ അർഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതിനും ഉള്ള ബാധ്യത സ്വയം ഏറ്റെടുത്തിട്ടുള്ള ദേശഭക്തരെ, അത് രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്വയംസേവകരെയാണെങ്കിലും ഓർഗനൈസറിനെ ആണെങ്കിലും ദേശഭക്തിയുള്ള പൊതുജനങ്ങളെ ആണെങ്കിലും അവരെങ്ങനെ പ്രതികരിക്കണമെന്നും കൂടെ പൃഥ്വിരാജ് സുകുമാരനും പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരനും തീരുമാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് തൽക്കാലം മനസ്സില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.